നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ക്രിസ്തീയ വിശ്വാസം ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം ഏതാണെന്ന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന, ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമാക്കിയാൽ ജയിലിൽ അടയ്ക്കപ്പെടാൻ സാധ്യതയുള്ള നമ്മുടെ അയൽ രാജ്യം കൂടെയായ ചൈനയാണത്. അത്ഭുതപ്പെടേണ്ട സത്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചൈനയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അത്ഭുതകരമായ ചരിത്രത്തിലേക്ക് ഒരന്വേഷണത്തിന് ശ്രമിക്കുകയാണ്. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ചൈനയുടെ മണ്ണിന് പറയുവാൻ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിൽ വിശ്വാസത്തിന്റെ വിത്ത് വീണതിൻ്റെയും അത് തഴച്ചു വളർന്നതിൻ്റെയും പിന്നീട് വലിയ കൊടുങ്കാറ്റുകളിൽ അത് പിഴുതെറിയപ്പെട്ടതിൻ്റെയും ഒടുവിൽ അതിനെ അതിജീവിച്ചതിൻ്റെയും ഹൃദയസ്പർശിയായ കഥയുണ്ട്. അത് ചൈനയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കഥയാണ്, ചരിത്രമാണ്. വിശ്വാസത്തിന്റെ ആഴങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. പീഡനങ്ങളുടെ അഗ്നിയിൽ ഉരുകി സഹനത്തിന്റെ പാതയിലൂടെ നടന്ന് പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു ജനതയുടെ കഥ. ഈ യാത്ര തുടങ്ങുന്നത് 1400 വർഷം മുമ്പാണ്. ഒരു പേർഷ്യൻ മിഷണറിയുടെ ഒറ്റപ്പെട്ട ഒരു കാൽവെപ്പ്. AD 635 കാലം. താങ് രാജവംശത്തിന്റെ സുവർണ കാലഘട്ടമാണ് ചൈനയിൽ. പേർഷ്യയിൽ നിന്ന് അലോപ്പൻ എന്ന ധീരനായ നെസ്തോറിയൻ മിഷണറിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രൈസ്തവർ പ്രസിദ്ധമായ സിൽക്ക് റൂട്ട് എന്ന വ്യാപാരപാതയിലൂടെ യാത്ര ചെയ്ത് ചൈനയിലെ ഷാങ്ഹാൻ നഗരത്തിലെത്തി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിക്കേണ്ടതുണ്ട്. ഈ നെസ്തോറിയൻ വിശ്വാസികൾ, അവരുടെ മിഷണറിമാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അതേ കാലഘട്ടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ദേശാന്തരികളായി നടന്ന് സുവിശേഷം എത്തിയിട്ടുള്ളാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ പേർഷ്യയിൽ നിന്ന് ചൈനയിൽ എത്തിയ ഈ നെസ്തോറിയൻ വിശ്വാസികളെ അന്നത്തെ അവിടുത്തെ ചക്രവർത്തി ഊഷ്മളമായി സ്വീകരിച്ചു. അതിനൊരു കാരണമുണ്ട്. അക്കാലത്ത് ചൈന പുതിയ ആശയങ്ങളെയൊക്കെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു രാജ്യമായിരുന്നു. അങ്ങനെ ഷാങ്ഹാൻ നഗരത്തിൽ പാർത്ത ഈ നെസ്തോറിയൻ വിശ്വാസികൾ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം ആ ദേശത്ത് പ്രചരിപ്പിച്ചു. കുറെ ആളുകൾ ഇവരുടെ വിശ്വാസം സ്വീകരിച്ചു. അലോപ്പൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് വേദപുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനവും ചെയ്തു. AD 781 സ്ഥാപിച്ച നെസ്റ്റോറിയൻ സ്റ്റെലി എന്ന ശിലാസ്തംഭത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും രക്ഷയുടെ പദ്ധതിയെക്കുറിച്ചുമൊക്കെ ചൈനീസ് ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസം ചൈനീസ് ഭൂമികയിൽ എത്തിയതിന്റെ കാലഘട്ടം കൃത്യമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു ചരിത്ര രേഖയാണിത്. പക്ഷെ ഈ പ്രകാശത്തിന് അധിക ആയുസ്സുണ്ടായിരുന്നില്ല. AD 845 അവിടുത്തെ ചക്രവർത്തി ബുദ്ധമതത്തെ അടിച്ചമർത്താൻ തുടങ്ങി. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുമതവും ഈ എതിർപ്പിന് ഇരയായി തീർന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ക്രിസ്തു വിശ്വാസത്തിന്റെ ആ ചെറിയ തിരുനാളം ചൈനീസ് മണ്ണിൽ നിന്ന് പെട്ടെന്ന് അണഞ്ഞുപോയി. നൂറ്റാണ്ടുകൾക്ക് ശേഷം 16-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിന്റെ മറ്റൊരു വാതിൽ തുറന്നു. ഇറ്റാലിയൻ ജസ്യൂട്ട് വൈദികനായ മത്തേയോ റിച്ചി ആയിരുന്നു പുതിയ യാത്രയുടെ നായകൻ. അദ്ദേഹം മതപ്രചരണത്തിന് വന്ന ഒരു മിഷണറി എന്ന നിലയിലല്ല ചൈനയിലെത്തിയത്. അസാധാരണമായ പണ്ഡിതനായിരുന്ന അദ്ദേഹം ആദ്യം ബുദ്ധ സന്യാസിയെ പോലെയും പിന്നീട് ഒരു കൺഫ്യൂഷൻ പണ്ഡിതനെ പോലെയും വേഷം ധരിച്ചു. റിച്ചിയുടെ രീതി അവിശ്വസനീയമായിരുന്നു. സാംസ്കാരിക അനുരൂപണമാണ് ജനങ്ങളിലേക്ക് തൻ്റെ വിശ്വാസം കൈമാറുവാനുള്ള മാർഗമായി അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം ചൈനീസ് ഭാഷ വളരെ വേഗം പഠിച്ചെടുത്തു. മാത്രവുമല്ല, അദ്ദേഹം ചൈനയിലെ പണ്ഡിതന്മാരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചു. അവരുടെ സംസ്കാരത്തെ താൻ സ്വായത്തമാക്കിയതുപോലെ തന്നെ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പാശ്ചാത്യരുടെ അറിവുകളും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ ചൈനയിലെ പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ അറിവുകൾ ഉപയോഗിച്ച് അന്നത്തെ ചൈനീസ് ചക്രവർത്തിയുടെ കലണ്ടറിലെ ചില പിഴവുകൾ അദ്ദേഹം തിരുത്തി കൊടുത്തു. ഇത് അദ്ദേഹത്തിന് രാജ്യത്തുടനീളം വലിയ അംഗീകാരം ലഭിക്കുന്നതിന് കാരണമായി തീർന്നു. മാത്രവുമല്ല, ബെയ്ജിങ്ങിൽ ഉന്നതരുടെ ഇടയിൽ വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ലഭിച്ചത്. ആ അംഗീകാരം മത്തേയോ റിച്ചിക്ക് മിഷണറി പ്രവർത്തനം സുഗമമാക്കുവാനുള്ള ഒരു വാതിലായി മാറി.
അങ്ങനെ 17-ാം നൂറ്റാണ്ടോടെ ചൈനയിൽ ഏകദേശം 2 ലക്ഷം കത്തോലിക്ക വിശ്വാസികൾ ഉണ്ടായിരുന്നതായാണ് ചരിത്രം പറയുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ ഈ ഒരു വളർച്ചയെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കിയത് ആ സഭയ്ക്കകത്ത് തന്നെ ഉടലെടുത്ത ചില അന്തഛിദ്രങ്ങളാണ്. അതായത് ഈ റിച്ചിയുടെ നേതൃത്വത്തിൽ ചൈനയിലെ പൂർവികമായ ആചാരങ്ങൾ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സുവിശേഷീകരണ രീതിയായിരുന്നു അദ്ദേഹം അവലംബിച്ചിരുന്നത്. പിന്നീട് വന്ന കത്തോലിക്ക മിഷനുകൾ, അതായത് ഡൊമിനിക്കൻ, ഫ്രാൻസിസ്കൻ തുടങ്ങിയ മിഷണറി പ്രസ്ഥാനങ്ങൾ ഈ ജെസ്യൂട്ട് പാതിരിമാരുടെ ഈ സാംസ്കാരിക അനുരൂപണം എന്നുള്ള രീതിയോട് എതിർത്ത് നിൽക്കുവാൻ തുടങ്ങി. അവർ പോപ്പിന് കത്തയച്ചു, ഇവിടെ പൂർവികരെ വണങ്ങുന്നത് പോലെയുള്ള ചൈനീസ് ആചാരങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാക്കി ഈ ജെസ്യൂട്ട് പാതിരിമാർ കൊണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു പരാതി. ഇതൊരു വലിയ തർക്കമായി സഭയ്ക്കകത്ത് രൂപപ്പെട്ടു. ഒടുവിൽ മാർപ്പാപ്പ ഒരു തീരുമാനമെടുത്തു. 1715-ലും 42-ലുമായി 2 നിരോധന ഉത്തരവുകളിലൂടെ ചൈനീസ് സഭയിൽ ഇത്തരം ആചാരങ്ങളൊന്നും പാടില്ല എന്ന് അദ്ദേഹം വിധിച്ചു. ഈ തീരുമാനം ചൈനയിലെ ഭരണാധികാരികളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. കാൻസി ചക്രവർത്തി ഒരു വിദേശ ശക്തി തങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് തീരുമാനമെടുക്കുവാനും നിരോധനം നടപ്പാക്കാനും ഒക്കെ എന്താണ് അവകാശമെന്ന് ചോദിച്ചുകൊണ്ട് ഈ ക്രിസ്തുമത പ്രചരണം തന്നെ അങ്ങ് നിരോധിച്ചു. മാത്രവുമല്ല, വിദേശ മിഷണറിമാരായി അവിടെ എത്തിയിരിക്കുന്ന സകലരെയും രാജ്യത്തു നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഒരു ആഭ്യന്തര തർക്കം കാരണം ക്രൈസ്തവ സഭ അങ്ങനെ വീണ്ടും വൻമതിലിന് പുറത്തേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അങ്ങനെ കത്തോലിക്ക സഭയിലെ മിഷണറിമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടെ 18-ാം നൂറ്റാണ്ട് വരുമ്പോഴേക്ക് ക്രൈസ്തവ ദൗത്യങ്ങൾ ചൈനയിൽ ഏകദേശം അവസാനിച്ച നിലയിലേക്ക് എത്തി. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ അവിടേക്ക് എത്തുന്നത്. അവരെത്തിയതോടെ രംഗം വീണ്ടും സജീവമായി. 1807-ൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയായ റോബർട്ട് മോറിസൺ ചൈനയിലെത്തി. മോറിസൺ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ബൈബിൾ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും ചൈനീസ് ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ചിലവഴിച്ചത്. 27 വർഷം കഠിനമായി അദ്ദേഹം അധ്വാനിച്ചു. ഈ 27 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ക്രിസ്തുവിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത് വെറും 25 പേരെ മാത്രമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയിലെ സുവിശേഷീകരണം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ റോബർട്ട് മോറിസന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് മിഷൻ പ്രസ്ഥാനത്തിന്റെ ഒരടിത്തറയിടലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു വഴി വെട്ടിയുണ്ടാക്കി. ഇതേ സമയത്താണ് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് കോളനികൾ സ്ഥാപിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ സൈനിക ഇടപെടലുകൾ ചൈനയിൽ ഉണ്ടാകുന്നത്. 1839 മുതൽ 42 വരെയും 1856 മുതൽ 60 വരെയും നടന്ന ഓപ്പിയം യുദ്ധങ്ങളിൽ ബ്രിട്ടനോടും ഫ്രാൻസിനോടും ചൈനീസ് ചക്രവർത്തിയുടെ സൈന്യം പരാജയപ്പെട്ടു. ആ പരാജയങ്ങളെ തുടർന്ന് ചക്രവർത്തിക്ക് ഇവരുമായി ചില ഉടമ്പടികൾ ഒപ്പുവെക്കേണ്ടി വന്നു. ഇതെല്ലാം വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടികളായിരുന്നെങ്കിലും അതിൻ്റെ പ്രയോജനം ക്രിസ്തീയ പ്രവർത്തകർക്ക് ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിഷണറിമാർക്ക് രാജ്യത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ വരെ സഞ്ചരിക്കാനും പള്ളികൾ പണിയാനും സുവിശേഷ പ്രചരണം നടത്താനും ഈ ഉടമ്പടികളിലൂടെ നിയമപരമായ ഒരു സംരക്ഷണം ലഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഉടമ്പടികളിലൂടെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ഫോടനാത്മകമായ വളർച്ചയുണ്ടായി. ജെയിംസ് ഹഡ്സൺ ടൈലർ സ്ഥാപിച്ച ചൈന ഇൻലാൻഡ് മിഷൻ ഈ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ടൈലറുടെ പ്രവർത്തനങ്ങൾക്ക് പാശ്ചാത്യ ലോകത്ത് വലിയ പ്രചാരവും അംഗീകാരവും ലഭിച്ചു. അതിനുണ്ടായ ആ പ്രചരണം മൂലം ഏകദേശം 800ഓളം മിഷണറിമാരാണ് പാശ്ചാത്യ ലോകത്ത് നിന്ന് ഈ കാലഘട്ടത്തിൽ ചൈനയിലേക്ക് മിഷണറി പ്രവർത്തനത്തിനായി എത്തിയത്. ആ യുവാക്കളുടെ വളരെ അഗ്രസീവായ പ്രവർത്തനം മൂലം ചൈനയിൽ ഉടനീളം ക്രൈസ്തവ സഭകൾ ഉടലെടുക്കുവാനിടയായി തീർന്നു. ധാരാളം സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഈ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് മറ്റൊരു മറുവശം കൂടെ ഉണ്ടായിരുന്നു. ചൈനീസ് ജനങ്ങളുടെ മനസ്സിൽ ക്രിസ്തു മതം ഒരു വിദേശ മതമാണെന്നും അതൊരു വിദേശ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ ഇടയിൽ പെനട്രേറ്റ് ചെയ്ത് കയറുകയാണെന്നുമുള്ള ഒരു ധാരണ ഉണ്ടാകുവാൻ കാരണമായി.
പാശ്ചാത്യ ശക്തികളുടെ ഗൺബോട്ട് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ് ചൈനയിൽ ക്രിസ്തുമതം വളർന്നതെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. സത്യത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലുള്ളവർ വ്യാപാരത്തിൽ മാത്രമാണ് താല്പര്യമുണ്ടായിരുന്നത്. അവർ പലപ്പോഴും മിഷണറിമാർക്കെതിരുമായിരുന്നു. പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മിഷണറിമാരുമെല്ലാം ഒരേ അച്ചുതണ്ടിൻ്റെ ഭാഗമാണെന്നും ഒരേ പ്രവർത്തനമാണെന്നും ഒക്കെയാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിലും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പലപ്പോഴും മിഷണറിമാരെ തടവിലിടുക വരെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ബ്രിട്ടീഷ് ആധിപത്യം മൂലമാണ് ഇവിടെ സഭകൾ ഉടലെടുത്തത്, ക്രൈസ്തവ സഭ വളർന്നത് എന്നൊക്കെയാണ് പൊതുവിൽ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ചൈനയിലും സംഭവിച്ചത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ അമർഷം മിഷണറിമാർക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ഒടുവിൽ 1900 എത്തിയപ്പോഴേക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ ഈ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അത് ചൈനയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന വിദേശികൾക്കും ഒപ്പം ക്രൈസ്തവ മിഷണറിമാർക്കും എതിരായിട്ടുള്ള ഒരു വലിയ കലാപമായി മാറി. ആ കലാപത്തിലൂടെ ഏകദേശം 200-ലധികം പാശ്ചാത്യ മിഷണറിമാർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ചൈനീസ് വിശ്വാസികൾ അതിക്രൂരമായി കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. നിരവധി പള്ളികൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഈ പീഡനങ്ങളുടെ ആഴം വാക്കുകൾക്കതീതമായിരുന്നു. ചൈനയിലെ ക്രിസ്ത്യാനിറ്റി ഇതോടെ ഇല്ലാതായി തീരുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടത്. എന്നാൽ ചരിത്രം വലിയ വിരോധാഭാസം പോലെയാണ് പ്രവർത്തിച്ചത്. ക്വിങ് രാജവംശം വളരെ പെട്ടെന്ന് തകർന്നടിഞ്ഞു. തുടർന്ന് വന്ന ചൈനീസ് സർക്കാർ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളെ തടയാൻ നിർബന്ധിതരായി. അങ്ങനെ ചൈനയിലെ ക്രൈസ്തവ സഭ വീണ്ടും വളരുവാൻ തുടങ്ങി. 1900 മുതൽ 1948 വരെയുള്ള കാലഘട്ടം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിലെത്തുന്നത് വരെയുള്ള കാലഘട്ടത്തെ ചരിത്രം പരിശോധിച്ചാൽ ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കുവാനുള്ള ഒരു ചെറിയ കണക്ക് നോക്കിയാൽ 1900 ഏകദേശം 37,000-ൽ താഴെ മാത്രമായിരുന്നു ചൈനയിലെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ എണ്ണം. എന്നാൽ 36 ആയപ്പോഴേക്ക് അത് 7 ലക്ഷമായി മാറി. പിന്നീട് ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക ജനസംഖ്യ 4 മടങ്ങായി വർദ്ധിച്ചു. പ്രൊട്ടസ്റ്റന്റുകാരുടെ വളർച്ചയാണ് ഏറ്റവും വലുതായി തീർന്നത്. അതായത് ഏകദേശം 16 മടങ്ങായാണ് വർദ്ധിച്ചത്. അത് 40കളുടെ അവസാനമായപ്പോഴേക്ക് ആകെയുള്ള ക്രൈസ്തവരുടെ എണ്ണം ചൈനയിൽ 40 ലക്ഷത്തിലധികമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ ബോക്സർ കലാപം ക്രിസ്ത്യാനികൾക്കെതിരായ ഒരു വലിയ അടിച്ചമർത്തലും കലാപവും ആയിരുന്നെങ്കിലും രക്തരൂക്ഷിതമായി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടെങ്കിലും ആ അടിച്ചമർത്തലുകൾ ആത്യന്തികമായി ക്രിസ്തു വിശ്വാസത്തിന് ഒരു വലിയ വളർച്ചയ്ക്കും കുതിച്ചുചാട്ടത്തിനും വഴി തുറന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പീഡനങ്ങൾ കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുമ്പോൾ അത് 10 മടങ്ങ് കരുത്തോടെ വളർച്ച പ്രാപിക്കുന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണിത്. കിങ് രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വന്ന റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ആശുപത്രികളും സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിക്കാൻ വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഈ വളർച്ചയ്ക്ക് ഒരു പുതിയ വെല്ലുവിളി നേരിടേണ്ടി വന്നത് 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടെയാണ്. ക്രൈസ്തവ സഭയുടെ വളർച്ചയും സ്വാധീനവും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ കടുത്ത നടപടികളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പദ്ധതികൾ ഒരുക്കി. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ എല്ലാ മിഷണറിമാരെയും ചൈനയിൽ നിന്ന് പുറത്താക്കി. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സഭകൾക്കപ്പുറത്തുള്ള എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും നിരോധിക്കപ്പെട്ടു. കടുത്ത പീഡനങ്ങൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസം പതിയെ വളർന്നുകൊണ്ടിരുന്നു. ഇന്ന് ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ചൈനയിൽ 44 ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികളുണ്ട്. അതായത് 4.5 കോടി ക്രൈസ്തവർ ചൈനയിലുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ചൈനയിലെ ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഠിനമായ പീഡനമുറകൾ പുറത്തെടുത്തു. നിരന്തരമായ എതിർപ്പുകൾക്കിടയിലും പീഡനത്തിന് ഇടയിലും സഭ അതിശക്തമായി വളർച്ച പ്രാപിച്ചത് എങ്ങനെയാണ്? അത്ഭുതകരമാണ് ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.
നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.